ഫ്രൂട്ട്സിൽ പ്ലാന്റ്സിലൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടാവും. ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു അത് കാരണം എന്തെന്ന് വെച്ചാൽ ഫൈൻ ലൈൻസും റിങ്കിൾസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നെങ്കിൽ അതിനെ മാറ്റാനും ഈ ടാനിങ്ങിന്റെ ആ ഒരു ഡാർക്ക്നെസ് മാറ്റാൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാരണം ഒന്നും ഓവർ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് ഓവർ യൂസ് ചെയ്യരുത്. ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മൾ ആർക്കൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഫെറ്റ് സ്മെല്ലില്ലേ അത് മാറ്റാനായിട്ട്. രണ്ടെന്ന് വെച്ചാൽ ആംബിറ്റിന് ഡാർക്ക്നെസ് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. ഡാർക്ക് എൽബോസും നീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ എടുത്തു പറയുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 6%, 12% ഇടയിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. സ്ക്രബുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. സ്കാൽപ്പിന്റെ pH ഒക്കെ കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിനെ ഒന്ന് സ്മൂത്ത് ആകും അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്നിന് ഡെഡ് സ്കിന്നിനെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ഏറ്റവും നല്ല ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണോ? ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ ഓൾറെഡി സാലിസിലിക് ആസിഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, AHAs PHAs പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സാലിസിലിക് ആസിഡ് പറയുമ്പോൾ ഞാൻ പറയത്തില്ല, അതൊരു BHA ആണ്. അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് വരുമ്പോഴത്തേക്ക് ഒരു AHA ആണ്. ഗ്ലൈക്കോളിക് ആസിഡിൽ വരുന്നത് AHAയിൽ വരുന്ന ഗ്ലൈക്കോളിക് ആസിഡ് മാത്രമല്ല, ലാക്ടിക് ആസിഡ്, മെന്റലിക് ആസിഡും ഒക്കെ AHAസിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്പെസിഫിക്കലി പറയാൻ പോകുന്ന ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി മാത്രമല്ല എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ്, ഇത് നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെയാണ് നല്ലത്, പിന്നെ കുറച്ച് ഗ്ലൈക്കോളിക് ആസിഡിന്റെ ബേസിൽ കുറച്ച് ഹാക്സ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ആ ഹാക്സിനെ ഒക്കെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് അഥവാ AHA ഇത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നാച്ചുറൽ എന്ന് പറയുന്ന സാധനം ഇപ്പൊ എല്ലായിടത്തും കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഞാൻ പറയാം, ഇത് ബൊട്ടാനിക്കലി നമുക്ക് സ്കിൻ കെയർ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആസിഡ്സ് ആണ്. ഫ്രൂട്ട്സിൽ പ്ലാന്റ്സിലൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. പിന്നെ അല്ലാണ്ട് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിന്തറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കെയറിലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല. കാരണം സംഭവം ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞ കെമിക്കൽ ടേം ആണെങ്കിൽ ഇത് നാച്ചുറലി ഉള്ള ഒരു സാധനമാണ്, പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു ഹാർഷ് കെമിക്കൽ അല്ല. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ചില ഇറിറ്റേഷൻസ് വരും. അതിപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു AHA എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് ആണ്. ഇത് ഞാൻ എൻ്റെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹൈലൂറോണിക് ആസിഡിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻ ആണ്. ഇത് നമ്മളെ സ്കിന്നിന് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരുപാട് ലെയേഴ്സിൽ എപ്പിഡെർമിസ്, ഡെർമിസ് ഒക്കെ ഇല്ലേ, ഈ 2 ലെയറിലും ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് വർക്ക് ചെയ്യും, അതായത് AHAs വർക്ക് ചെയ്യും. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് എന്ന് വെച്ചാൽ വാട്ടറിനെ ഹോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് ലോ കോൺസെൻട്രേഷനിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഹയർ കോൺസെൻട്രേഷൻ, അതായത് 6 അല്ലെങ്കിൽ 7 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് മാറും. അതായത് നമ്മുടെ ഡെഡ് സ്കിന്നില്ലേ അത് കൂട്ടി നിർത്തിയേക്കുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഫൈൻ ലൈൻസും റിങ്കിൾസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നെങ്കിൽ അതിനെ മാറ്റാനും ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അതാണ് ഞാൻ എൻ്റെ ടാനിങ്ങിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ടാനിങ്ങിന്റെ ആ ഒരു ഡാർക്ക്നെസ് മാറ്റാൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാരണം ഇത് ഡെർമിസിലോട്ടും എപ്പിഡെർമിസിലോട്ടും ഇറങ്ങിയിട്ട് താഴെ നിന്ന് തന്നെ പണി എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് സാധനവും നമ്മൾ ഓവർ യൂസ് ചെയ്താൽ പണി കിട്ടും. ഇപ്പൊ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് ഇപ്പം ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് 1 to 2% ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിന് മുകളിലോട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഓവർ ആവും. വൺസ് ഇൻ എ വീക്കിന് പുറത്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കിന് അപ്പുറം കഴിഞ്ഞിട്ട് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഓവറായിട്ട് സെൻസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തിനോട്? സണ്ണിനോട് സെൻസിറ്റീവ് ആവും. കാരണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കിന്നെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് നമ്മുടെ സ്കിൻ പെട്ടെന്ന് സെൻസിറ്റീവ് ആവാൻ സാധ്യത. അപ്പം ഒന്നും ഓവർ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് ഓവർ യൂസ് ചെയ്യരുത്. നിങ്ങൾ 7% മുകളിലോട്ട് ഗ്ലൈക്കോളിക് ആസിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാം. നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇല്ല ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ ഗ്ലൈക്കോസിക് ക്രീംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് മുഖത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എൽബോ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ നീ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം 6% കുഴപ്പമില്ല. പക്ഷേ 7%ലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഫേസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ വീക്ക്ലി വൺസ് തന്നെ യൂസ് ചെയ്യാം. കാരണം നമ്മൾ HA പീയിങ് സൊല്യൂഷനിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ നാച്ചുറൽ സ്കിന്നും കൂടെ അതിൻ്റെ കൂടെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തത് എല്ലാവർക്കും വരുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡും ഉണ്ട് സാലിസിലിക് ആസിഡും ഉണ്ട്. ഇത് നമ്മൾ ആർക്കൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ സാലിസിലിക് ആസിഡിന്റെ വീഡിയോ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ഓയിൽ സോല്യൂബിൾ ആസിഡ് ആണ്. അതായത് നമ്മൾ ഓയിലിനെ കൺട്രോൾ ചെയ്യാനാണ് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെ ഒരു കാര്യവും ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എക്സസീവ്ലി ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് നല്ലത്. കാരണം പോസിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളൊരു ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാര്യം നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ സെറമോ ആണ് നിങ്ങളുടെ എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ ഓവറായിട്ട് ഡ്രൈ ആവും. പീലിംഗ് സൊല്യൂഷൻ പ്രോബ്ലം ഇല്ല, കാരണം നമ്മൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓയിലി സ്കിൻ അല്ലാതെ ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും ആണെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷുകളാണ്. ഗ്ലൈക്കോളിക് ആസിഡിന്റെ കുറച്ച് ഹാക്കുകളെ പറ്റി നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആംബിറ്റിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് ആംബിറ്റിൽ ഗ്ലൈക്കോളിക് ആസിഡ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ സ്മെല്ലിന്, നമുക്ക് ഈ സ്പെറ്റ് സ്മെല്ലില്ലേ അത് മാറ്റാനായിട്ട്. രണ്ടെന്ന് വെച്ചാൽ ആംബിറ്റിന് ഡാർക്ക്നെസ് വേണ്ടിയിട്ടും. ഇപ്പോൾ നമ്മൾ സ്പെറ്റ് സ്മെൽ എടുക്കുകയാണെങ്കിൽ അത് സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആംബിറ്റ് എന്ന് വെച്ചാൽ അടഞ്ഞിരിക്കുന്ന ഒരു സാധനം അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണ്. അപ്പോൾ ഇറിറ്റേഷൻസ് ചാൻസ് കൂടുതലാണ്. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ആംബിറ്റിന് ഒരുപാട് ഫോൾഡുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ലിക്വിഡ് ഫോം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ക്രീം ഫോം ഒക്കെ ആണെങ്കിൽ ആ ഒരു ഫോൾഡ് ചെന്നിരുന്നിട്ട് അവിടെ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഹയർ കോൺസെൻട്രേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 6-7 കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇരുന്ന് നമുക്ക് ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആംബിറ്റ് സ്മെല്ല് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഡിയോഡ്രന്റ് എന്നുള്ള സാധനത്തിന് വേണ്ടി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അതിന് വേണ്ടി നമുക്കൊരു ട്രിക്ക്, നമ്മൾ എവിടെ ട്രിക്ക് കണ്ടുപിടിക്കില്ല. ട്രിക്കായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയാണ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ രാത്രി ഇട്ടതിന് ശേഷം ഒരു 1 to 2 hours കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കിടന്നുറങ്ങിയ പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്ത രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ആംബിറ്റിനിടയിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആംബിറ്റിന്റെ ഡാർക്ക്നെസ് മാറ്റാൻ, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ ബേക്കിലേക്ക് കറുപ്പ് മാറ്റാനായിട്ടാണ് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരുപാട് റോൾ ഓൺസ് അവൈലബിൾ ആണ്. അത്രയും വലിയ കോൺസെൻട്രേഷൻ അല്ല, 4%-ലും 2%-ലും ഒക്കെ നമുക്ക് റോൾ ഓൺസ് അവൈലബിൾ ആണ്. ബി ബോഡി വേസിന്റെയും കെമിസ്റ്റഡ് ക്ലേയുടെയും മിനിമലിസ്റ്റിന്റെ ഒക്കെ റോൾ ഓൺസ് അവൈലബിൾ ആണ്. അതിപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ലെസ് ഇറിറ്റേഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓർഡർ സ്മെല്ല് മാറ്റാനായിട്ട് ഈ ഒരു ഡിയോഡ്രന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, റോൾ ഓൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് ഈ റോൾ ഓൺസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ ബാക്ടീരിയ നമ്മുടെ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനകത്ത് നാറ്റം ഉണ്ടാവില്ല. ഞാൻ ഈ ഗാർലിക് കഴിച്ചിട്ടുണ്ടാവുന്ന അങ്ങനത്തെ സ്മെല്ലല്ലേ പറയുന്നത്. നോർമലി നമ്മൾ ബാക്ടീരിയൽ സ്മെല്ല് ഉണ്ടാവും, സ്വെറ്റ് സ്മെൽ ഉണ്ടാവുന്ന കാര്യം പറയുന്നത്. അപ്പം ബാക്ടീരിയ വന്ന ആ സ്വെറ്റിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്മെല്ല് വരുന്നത്. അപ്പൊ ബാക്ടീരിയ ഉണ്ടാവാതിരുന്നാൽ നമുക്ക് ആ സ്മെല്ല് വരത്തില്ലല്ലോ. അപ്പോൾ ബാക്ടീരിയ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഇറിറ്റേറ്റിംഗ് സാധനമായിട്ട് ബാക്ടീരിയക്ക് വളരാനുള്ള ഒരു ഹാബിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാവാതിരിക്കും. കാരണം അസിഡിക് ആവുമ്പോൾ ബാക്ടീരിയക്ക് വളരാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ആ ഒരു സ്മെല്ല് മാറും. അങ്ങനെയാണ് ഈ ഒരു ഡിയോഡ്രന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. ഡാർക്ക്നെസ്സിന് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയന്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ്റെ ആ ലെയർ ഡെഡ് സ്കിൻ പോകുന്നതനുസരിച്ച് അകത്തോട്ട് പോയി വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഡാർക്ക്നെസ് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ആംബിറ്റിൽ യൂസ് ചെയ്യാം, പക്ഷേ എപ്പോഴും ലെസ് കോൺസെൻട്രേഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ യൂസാണ് ഡാർക്ക് എൽബോസും നീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഈ ഡാർക്ക് എൽബോസും നീസിനും വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കാരണം. അതായത് നമ്മൾ ഒരുപാട് നേരം മുട്ട് കുത്തിയിരിക്കുന്നത് കാരണം, അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ഡ്രസ്സസ് ഇടുന്ന കാരണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം, അല്ലെങ്കിൽ കട്ടിയുടെ തൊലി കാരണമൊക്കെ നമുക്ക് ആ കറുപ്പ് വന്നിട്ടില്ലെങ്കിൽ, ഹെറിഡിറ്ററി ആണെങ്കിലും അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇത് മാത്രം കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അത് ഹെറിഡിറ്ററി ആണെങ്കിൽ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അക്കാൻഡോസിസ് ആണെങ്കിൽ ഡയബറ്റിക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിയാവും. അല്ലാതെ ഫ്രിക്ഷൻ കാരണം, നല്ല തിക്ക് സ്കിൻ കാരണമൊക്കെ ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ഉപയോഗം ഗ്ലൈക്കോളിക് ആസിഡിന്റെ അത് തന്നെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 6%, 12% ഇടയിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഡാർക്ക് എൽബോയുടെയും നീയുടെയും വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം. നൈറ്റിൽ വേണം യൂസ് ചെയ്യാൻ.
മാത്രമല്ല നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ നീ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ എൽബോ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതൊരു എക്സ്ഫോളിയന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡാർക്ക്നെസ് മാറ്റിയിട്ട് നമ്മൾ ആ ഡെഡ് സ്കിൻ, ആ കട്ടിയുള്ള സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരുപാട് സ്ക്രബൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഉരയ്ക്കത്തില്ല കറുപ്പ് മാറാനായിട്ട്. അങ്ങനെ ഉരയ്ക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന്. നമ്മൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താൽ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകും. നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരത്തില്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം സ്ക്രബുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് ഡാർക്ക് എൽബോയോ അല്ലെങ്കിൽ ഡാർക്ക് നിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡാണ്. നൈറ്റ് മാത്രം യൂസ് ചെയ്യുക. ഗ്ലൈക്കോസിക്സ് എന്നുള്ള ക്രീംസി കിട്ടും, അല്ലെങ്കിൽ ഓർഡിനറിയുടെ ഇത് ടോണർ സൊല്യൂഷൻ കിട്ടും. ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഏറ്റവും നല്ലത് അതാണ്. ഗ്ലൈക്കോളിക് ആസിഡ് എൻ്റെ ഫേവറേറ്റ് ഉപയോഗം എന്ന് വെച്ചാൽ ഡാർക്ക് എൽബോയിനെയും ചീൽ മാറ്റാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഷോർട്സിലൊക്കെ കണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഹെയർ നിങ്ങൾക്ക് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, പ്രത്യേകിച്ച് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഭയങ്കര സ്മൂത്ത് ആവും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ സ്റ്റഡി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അത് സത്യമാണോ കള്ളമാണോ എന്ന്. അതിന് ഞാൻ ഇപ്പോഴും പറയും, നമ്മളിപ്പോഴും ഡേറ്റ ബേസ് അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആണ് നമ്മളെല്ലാം ഈ ചാനലിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ അത്രയും പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ ഒരു പേപ്പറോ ഇതുവരെയും വന്നിട്ടില്ല. മേ ബി നമ്മുടെ ആ ഒരു സ്കാൽപ്പിന്റെ pH ഒക്കെ കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിനെ ഒന്ന് സ്മൂത്ത് ആകും അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രോപ്പറായിട്ട് അതിന്റെ ഒരു റിയൽ സയൻസ് ഇതുവരെ വന്നിട്ടില്ല. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടും ഗ്ലൈക്കോളിക് ആസിഡ് നല്ലതാന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് എന്തെന്ന് വെച്ചാൽ അതും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരുന്നത് ഈസ്റ്റ് കാരണമാണ്. അതായത് ഒരു ഫംഗസ് ആണ്. അത് കാരണം അതിങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു സ്കിന്നിന് സ്കെയിലിംഗ് എഫക്ട്സ്, അതായത് പുരിപുരി വരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ വരുന്നുണ്ടെങ്കിലും അതിനെ റിമൂവ് ചെയ്യാൻ, കാരണം ഇതൊരു ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്നിന്, ഡെഡ് സ്കിന്നിനെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ഏറ്റവും നല്ല ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണോ? അല്ല. നമുക്ക് ഒരുപാട് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്ത് സാധനങ്ങളുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. കീറ്റോകോണസോൾ ഉണ്ട്, സിങ്ക് ബൈറത്തോൺ ഉണ്ട്, സാലിസിലിക് ആസിഡ്, അങ്ങനെ വേറെ ഓയിൽ പ്രൊഡക്ഷൻ കണ്ടുള്ള സാലിസിലിക് ആസിഡ്, അങ്ങനെ വേറെ സാധനങ്ങളുണ്ട്. അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. എൻ്റെയൊക്കെ ഒരു അക്കോർഡിംഗ്ലി നമ്മുടെ ഡാൻഡ്രഫ് മാറ്റാൻ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഡാൻഡ്രഫ് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഹെയർ വാഷ് ചെയ്തില്ല, അണ്ടർ വാഷ്ഡ് ആണ് നിങ്ങളുടെ ഹെയർ എങ്കിൽ സാലിസിലിക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ മാനേജബിൾ ആക്കാൻ പറ്റുന്നു. അത് പേഴ്സൺ ടു പേഴ്സൺ ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെയും പ്രൂവ് ആയിട്ടില്ല. പ്രൂവ് ആവാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഹെയറിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഞാൻ ഈ ഹെയർ മാനേജ് ചെയ്യാനോ ഡാൻഡ്രഫ് മാറ്റാനോ ഉപയോഗിക്കാത്തതാണ് ഏറ്റവും സേഫ്. പിന്നെ അടുത്ത ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഗ്രോൺ ഹെയർ ആണ്. അതായത് നമ്മൾ ബിഗ്നി ഏരിയാസിൽ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഒക്കെ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹെയർ ഇങ്ങനെ പുറത്തോട്ട് വരാതെ ഇങ്ങനെ മടങ്ങിയിരിക്കും. നമ്മുടെ ആ ഒരു ഇതിലോട്ട് പ്രത്യേകിച്ച് വരുന്നതെന്ന് വെച്ചാൽ ഷേവ് ചെയ്യുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേവ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്തിന്റെ ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ഷേവ് ചെയ്യുമ്പോഴാണ് ഇൻഗ്രോത്ത് ഹെയർ വരുന്നത്. കൂടുതലും വരുന്നത് ബിഗ്നി ഏരിയാസിലാണ്. എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം ഞാനൊന്നും പ്രോപ്പറായിട്ട് അറിയാത്ത ടൈമിലൊക്കെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ചെറിയ പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ ഹെയറിനെ ഒന്ന് ഫ്ലെക്സ് ആക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷാഫ്റ്റിനെ, അതായത് നമ്മൾ ഇങ്ങനെ വരുന്നതിനെ ഒന്ന് നേരെ ആക്കാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ലോങ് ഹെയറിൽ എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെറിയ ഷാർപ്പ് ഹെയറിന്റെ കുഞ്ഞു ഹെയറിന്റെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഇതൊരു എക്സ്ഫോളിയേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നില്ലേ അതിനെ ആ ഇറിറ്റേഷനെ എക്സ്ഫോളിയേറ്റ് കളയുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് മുകളിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്ര മാത്രമേ ഇൻഗ്രോൺ ഹെയറിനെ ഇത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള സ്റ്റഡിയിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇനി അത് എന്തെങ്കിലും എത്തുകയാണ്, എൻ്റെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. ടിൽ ഡേറ്റ്സ് ലക്ഷ്മി സൈനിങ്.